കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലവും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming soon to receive his glorious church. ഇന്ന് രാത്രിയുടെ വേളയിൽ നമുക്ക് വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. കർത്താവിടയാക്കിയ വലിയ കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും സ്തോത്രം. കഴിഞ്ഞ ദിവസക്കാലം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളായി. അവിടെ നാം കണ്ടത് നാല് ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലും ദൈവത്തിന്റെ 4 കാറ്റുകളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നാം കണ്ടു. അതിനുശേഷം കിഴക്ക് നിന്ന് കയറി വരുന്ന ഒരു ദൂതൻ, ആ ദൂതൻ ഈ 4 ദൂതന്മാരോട് ഇങ്ങനെ പറയുന്നു: നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് തീരുവോളം ഭൂമിക്കും സമുദ്രത്തിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത്. അന്നേച്ച് പറഞ്ഞു, മുദ്രയിട്ടവരുടെ എണ്ണവും ഞാൻ കേട്ടു. മുദ്രയിട്ടവരുടെ എണ്ണം ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും 1,44,000 പേർ. ഇതായിരുന്നു കഴിഞ്ഞ ദിവസക്കാലം നാം ചിന്തിച്ചതായ വിഷയം. ആ വിഷയത്തിന്റെ പൂർത്തീകരണം കഴിഞ്ഞ ദിവസം നമുക്ക് ചെയ്യുവാനിടയായി. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചുകൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-ൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതായ 12,000 വെച്ചുള്ള 1,44,000 പേർ എന്ന വിഷയം ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്താൽ മുദ്രയിടപ്പെട്ട യഹൂദ ഇസ്രായേൽ ഗോത്രങ്ങളിലെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയിടപ്പെട്ടവരായ 1,44,000 പേർ. ഇതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതായ വിഷയം. എന്നാൽ ഇന്ന് രാത്രിയുടെ വേളയിൽ അതിന്റെ കണ്ടിന്യൂവേഷനിൽ ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. എങ്കിലും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ഓർപ്പിച്ചായിരുന്നു. ദൈവസഭയുടെ മുദ്രയുണ്ടോ എന്നൊരു വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിക്കാനിടയായല്ലോ. അതുകൊണ്ട് ദൈവസഭ എന്നൊരു വിഷയം കൂടെ സംസാരിച്ച് നമുക്ക് പ്രധാനം വെച്ചാൽ അതിന് ബാക്കി സമയം ലഭിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ചേർന്നപ്പെടുന്നു. The church is whether different from 1,44,000 people. 1,44,000 ജനത്തിൽ നിന്ന് ദൈവസഭയ്ക്ക് വ്യത്യാസമുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓർപ്പിച്ചായിരുന്നല്ലോ. ചില സഭകൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ദൈവസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായ മൂപ്പന്മാരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം സഭയുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം കൂടെ അതിന്റെ കണ്ടിന്യൂവേഷനായി സംസാരിച്ച് തീർക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വെദർ 1,44,000 people are the church. 1,44,000 പേർ എന്ന് പറയുന്നത് ദൈവസഭ ആണോ എന്നൊരു ചോദ്യം. ഉത്തരം അല്ല. കാരണം ഈ 1,44,000 പേർ
അവർ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും ആയതുകൊണ്ട് ആ വിഷയത്തിന്റെ ഉത്തരം ഇപ്പോൾ തന്നെ പറയുന്നു. 1,44,000 പേർ പൂർണ്ണമായും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 1,44,000 പേരാണ്. കഴിഞ്ഞ ദിവസം ഓരോ ഗോത്രത്തിന്റെയും പേരുകൾ വായിച്ച് കേൾപ്പിച്ച് ഞാൻ ഓർപ്പിക്കുവാനിടയായല്ലോ. യഹൂദ ഗോത്രത്തിൽ 12,000 എന്ന് പറഞ്ഞങ്ങനെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ വായിച്ച് കഴിഞ്ഞ ആഴ്ച അത് ക്ലിയർ ചെയ്തതാണ്. എങ്കിലും അതൊന്നുകൂടെ ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവസഭയാണോ എന്ന് ഒന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുക. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ശ്രദ്ധിച്ചു കേൾക്കുക. I heard the number of the sealed people. I heard the number of the sealed people. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ എന്ന് പറഞ്ഞാൽ I heard the number of the sealed people. They are from the all tribes of the people of Israel. They are from the all tribes of the children of Israel. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ അത് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 144,000 പേരുടെ നമ്പർ ഇടുന്ന പേരുകൾ ഞാൻ കേട്ടു. അവരുടെ എണ്ണപ്പെട്ടവരുടെ സംഖ്യയും ഞാൻ കേട്ടു. മുദ്രയിടപ്പെട്ടവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. അതിനുശേഷം 5 മുതലുള്ള 3 വാക്യങ്ങളിൽ കർത്താവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 12,000 വെച്ചുള്ള ലിസ്റ്റും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, these 12 patriarchs were the 12 sons of Jacob. യാക്കോബിന്റെ 12 പുത്രന്മാരാണ് പഴയ നിയമത്തിലെ 12 patriarchs എന്നറിയപ്പെടുന്നത്. യാക്കോബിന്റെ 12 പുത്രന്മാരെയാണ് ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാർ എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 12 ഗോത്രപിതാക്കന്മാരുടെയും പേരുകൾ നമുക്ക് വായിപ്പാൻ കഴിയും. അതിൽ നിന്ന് ഒരു ഗോത്രത്തെ അടക്കി മാറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ട് യോസേഫിന്റെ മക്കളിൽ ഒരുവനായ മനേശയെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ ദാനിന്റെ ഗോത്രത്തെ അടർത്തി മാറ്റി. എന്നിട്ട് ദൈവം തന്റെ വിശുദ്ധന്മാരുടെ സംഖ്യകൾ എഴുതി വന്നപ്പോൾ യോസേഫ് എന്ന് പറയുന്ന യാക്കോബിന്റെ 11ാമത്തെ പുത്രനായ യോസേഫിന്റെ 2 ആൺമക്കളിൽ ഒരുവനായ മനേശയുടെ പേര് വെളിപ്പാട് പുസ്തകത്തിൽ ഉൾപ്പെടുത്തി. അപ്പോ ദാൻ ഗോത്രത്തെ അടർത്തി മാറ്റി വെച്ച് യാക്കോബിന്റെ 11ാമത്തെ പുത്രനായ യോസേഫിന്റെ മക്കളിൽ ഒരുവനായ മനേശയെ പിതാവായ ദൈവത്തിന്റെ കണക്കുകൂട്ടലിനകത്ത് കൊണ്ടുവരുവാനിടയായി. അതാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ദാറ്റ് മീൻസ് 144,000 people are
നോട്ട് ദി ചർച്ച് ഓഫ് ഗോഡ്. അവർ ദൈവസഭയിലെ അംഗങ്ങൾ അല്ലേ അല്ല. പിന്നെ അവരാര്? They are the children of the people of Israel. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 12,000 വെച്ചുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി എന്ന് ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കുന്നു. ഇവരുടെ മുദ്ര ഇരിക്കുന്നത് എവിടെയാ? അതോടെ ചിന്തിക്കാം. ഇവരുടെ മുദ്ര എവിടെ ആയിരുന്നേ? അത് നമ്മള് വായിക്കുന്നു 7-ന്റെ 3-ാം വാക്യം. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന വിശുദ്ധന്മാർ മഹോപദ്രവത്തിന്റെ കാഠിന്യത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ യേശു കർത്താവിന്റെ ദൂതന്മാരിൽ ഒരുവൻ ഇറങ്ങി വന്ന ഈ 144,000 പേരെ മുദ്രയിടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചായിരുന്നു, മുദ്ര എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ സൈൻ ഓഫ് പ്രൊട്ടക്ഷൻ, സുരക്ഷതയുടെ അടയാളമാണ്. ആ അടയാളം ഇട്ടത് ഈ 1,44,000 പേർ എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുവാൻ പോകുന്ന മഹാകഷ്ടകാലത്തിൽ നിന്ന് അവരെ വേർതിരിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഈ മുദ്ര അവർക്ക് കൊടുക്കുന്നത്. അവരുടെ മുദ്ര അവർക്ക് ലഭിച്ചത് അവരുടെ നെറ്റിമേൽ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവസഭയുടെ മുദ്ര എവിടെയായിരിക്കും? അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ദൈവസഭയ്ക്ക് മുദ്രയുണ്ടോ? ദൈവസഭയെ എന്തിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നു? ആ മുദ്ര എവിടെയായിരിക്കും? ദൈവസഭ മുദ്രയിടപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ? എവിടെ വെച്ച്? എങ്ങനെയാണ് ദൈവസഭയുടെ മുദ്ര എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അതിന് ചില വാക്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആധാരമായി ചില വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കണം. ഞാൻ വരികയാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ആരംഭത്തിലെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു വരുന്നു. 1 Corinthians chapter 6, chapter 3, 1 Corinthians chapter 3, verse 16. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. Don't you know that you are the temple of God? Don't you know that you are the temple of God, or the Holy Spirit dwells in you? മലയാളത്തിൽ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? Clearly we have been sealed of the Holy Spirit. അവിടേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അതിന് തുടക്കമായ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. Don't you know that you are the temple of God and the Holy Spirit dwells in you? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? That means Holy Spirit is indwelling me. The Holy Spirit is indwelling me. That's why I am speaking in the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. Holy Spirit indwells us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുന്ന നമ്മൾ പഴയ നിയമത്തിൽ
Jews have a temple of God. ദൈവത്തിന് മന്ദിരം, യഹൂദന് ദൈവമന്ദിരം ഉണ്ടായിരുന്നു. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ, when he was teaching to the people of Corinth, he is telling that, don't you know that you are the temple of God and the Holy Ghost indwells in you. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. That means we are, the Holy Spirit is indwelling us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു കൊണ്ടിരിക്കുക. That means wherever we go, the Holy Spirit also coming, because it dwells in my heart, like Jesus Christ dwells in my heart when I have received him as my personal Savior and Lord, and I have accepted his last commission in the water baptism. After that, the Holy Spirit indwells in me. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിന്റെ അന്ത്യകൽപ്പനമായ ജലസ്നാനം ഏറ്റെടുക്കുകയും മുഴുകൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നാം കാത്തിരുന്ന് പ്രാപിക്കുകയും പ്രാപിച്ചതിന് ശേഷമായി ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്നൊക്കെ ദാവീദ് പറയാറുണ്ട്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കല്ല ഞാൻ. പക്ഷേ പുതിയ നിയമത്തിൽ the Holy Spirit, when it came on the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയായ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വസിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. 1 Corinthians 3:16. Don't you know that you are the temple of God and the Holy Ghost dwells in you. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടെന്ന് എവിടെങ്കിലും തെളിവുണ്ടോ എന്നൊരു ചോദ്യം കൂടെ അവിടെ വരാം. ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള തെളിവ് ഞാൻ വായിക്കാൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു. Ephesians chapter 1 verse 14. Chapter 1 verse 14. ഞാനത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിക്കും. Ephesians chapter 1 verse 14. ആദ്യം വായിക്കുന്നത് in English I am reading. Ephesians 1 verse 14. മലയാളത്തിൽ അത് 14-ാം വാക്യമാണ്.
English, that word comes in verse 13. In whom you also trusted, after that you heard the word of truth, the gospel of your salvation, in whom also after that you believed, you were sealed with that Holy Spirit of promise. You were sealed with that the Holy Spirit of promise. മലയാളത്തിൽ ഞാൻ ആ വാക്യം വായിക്കാം. തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. That means the children of God or the members of the Holy Church have been sealed by the Holy Spirit of promise. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ദൈവസഭയുടെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. 4-ാം അധ്യായത്തിന് 30-ാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കണം. എഫേസ്യൻസ് 4-ന്റെ 30-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മലയാള വാക്യമാണ്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഞാന് 1-ന്റെ 14-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. We have been sealed by the Holy Spirit of promise. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും മുദ്രയിടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഒരു സ്വല്പം കൂടെ ക്ലിയർ ചെയ്ത് 4-ന്റെ 30 പറയുകയാണ്. 4-ന്റെ 30 മലയാളത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ്യൻസ് 4:30. Grieve not the Holy Spirit of God, whereby you are sealed unto the day of redemption. ഇതേ അർത്ഥം തന്നെയാണുള്ളത്. അർത്ഥവ്യത്യാസം ഉണ്ടായിട്ടില്ല. ഞാൻ വായിച്ചത് you are sealed by the Spirit of God for the day of redemption. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹൂദജനത്തിന് അവരുടെ നെറ്റിമേൽ മുദ്ര ലഭിച്ചപ്പോൾ നമ്മൾക്ക്, അത് ദൈവസഭയ്ക്ക് യേശു കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്ന വിശുദ്ധ ദൈവസഭയ്ക്ക് മുദ്ര ലഭിച്ചിരിക്കുന്നത് അവരുടെ ഹൃദയത്തിനകത്തത്രേ. ഹൃദയത്തിനുള്ളിൽ മുദ്ര ലഭിച്ചിരിക്കുന്നു. Holy Spirit sealing of the Holy Spirit is in our heart because we have been received Jesus Christ in our heart. നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട്
ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു. അപ്പോ ഈ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവിന്റെ മുദ്ര എന്റെ ഹൃദയങ്ങളിൽ